വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നലെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഓഫ് ദ എപ്പിസോഡ് തന്നെ ജാസ്മിൻ പനി പിടിച്ച് ഉറങ്ങല്ല, പനി പിടിച്ചായിരുന്നു. പിന്നെ ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചു, ബിക്കോസ് ടു ചെക്ക് എന്താ ഫീവർ എന്താന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിഗ് ബോസ് വീട് പ്രേതവീടാണ്, അതാണോ എല്ലാവർക്കും തിരിച്ച് പനി വരുന്നത്? പ്രേതമുണ്ടോ അതോ അതേയുണ്ടോ? ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് സിബിനെ കാണിച്ചു, പോയില്ല, അപ്പോഴും പുറത്ത് പോയില്ല. ആൾക്ക് ഭയങ്കര ഡിപ്രഷനും ഒക്കെയാണ്, സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ മൈക്കൊക്കെ ഇട്ടിട്ട് സുഖമായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു, എല്ലാവരെ കുറിച്ചിട്ടും ഓപ്പോസിറ്റ് ആയിട്ട് പറയുക, അതായത് നമുക്കുള്ള അഭിപ്രായത്തിൽ ഓപ്പോസിറ്റ് ആയിട്ട് പറയുക. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാവരും പറയുമ്പോൾ സിബിനും വന്ന് പറഞ്ഞു കേട്ടോ, അതിനൊക്കെ പറ്റി സിബിന്. അപ്പോൾ ഒരു ഇഷ്യൂസോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും പറ്റുന്നില്ല, ഞാനിങ്ങനെ ഓക്കെ ആവണം വിചാരിച്ചു, പക്ഷെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർട്ടിംഗ് ഓഫ് ദി എപ്പിസോഡ് ഇനിയൊരു സംഭവം കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീതു കുക്കിംഗ് ക്യാപ്റ്റനായ ജിൻറ്റോൻ്റെ അടുത്ത് എന്തുകൊണ്ട് കോഫി വെച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ജിൻറ്റോ പറഞ്ഞു, ഞാനിപ്പോൾ അവിടെ വന്നാൽ മുള്ളും എന്ന് റിപ്പീറ്റ് മോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വന്നൊരു കോഫി പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹൻസിബിനെ ക്യാപ്റ്റനാക്കി. ബിക്കോസ് നെക്സ്റ്റ് വാസ് സിബിൻ പിന്നെ മെന്റലി സ്റ്റേബിൾ അല്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് സിബിനെ പിന്നെ വിട്ടു, ജിൻറ്റോനെ മാറ്റി ഹൻസിബിനാക്കി. വീണ്ടും ജിൻറ്റോ എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കണം, ടിഷ്യൂ വെച്ചതിന് പണിഷ്മെന്റ് കൊടുക്കണം, അത് വെച്ചതിന് പണിഷ്മെന്റ് കൊടുക്കണം. പണിഷ്മെന്റും ഫൈറ്റും മാത്രമേ ജിൻറ്റോ എക്സ്പെക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആസ് ക്യാപ്റ്റൻ ശ്രീതു പറഞ്ഞു, അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളല്ല, പണിഷ്മെന്റ് കൊടുക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. അത് പറഞ്ഞു, അത് കഴിഞ്ഞു, അത് വിടുക. വെറുതെ കയറി അതിന് എന്നെ കഴിഞ്ഞ കാര്യത്തിന് എങ്ങനെ രാവിലെ എന്നെ എടുത്തോണ്ടോ എന്ന് പറയേണ്ടെന്ന് തോന്നുന്നു. ദാറ്റ് സൗണ്ടഡ് ഗുഡ്. എന്താ വെച്ചാൽ ഒരു ക്യാപ്റ്റൻ ആയാൽ എല്ലാവരും പറയണം കേൾക്കണം, അറ്റ് ദ സെയിം ടൈം ഡെസിഷൻസ് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വേണമെന്ന് തോന്നി. ദാറ്റ് വാസ് ഗുഡ്. പിന്നെ ഈ ടാസ്ക് കഴിഞ്ഞതും, അതായത് എല്ലാവരെയും കുറിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് പറയേണ്ട ടാസ്ക് കഴിഞ്ഞതും, സിബിൻ വീണ്ടും പുറത്തു പോയിരുന്ന സായിനോട് പറയണത് റസ്മിൻ ബായിന്റെ തലച്ചോറിലിട്ട് അടിക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു. ഒരാൾക്ക് നമ്മൾ മെന്റലി നമ്മൾ സ്റ്റേബിൾ അല്ലെങ്കിൽ ഇനി ഒരാളെ എങ്ങനെ തളർത്താം എന്നുള്ളതും കൂടെ പറയാൻ പറ്റുമോ? അതൊരു പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറയാൻ ഒരു ഓക്കെ വടവർ. അപ്പോൾ ബിഗ് ബോസ് പിന്നെ വിളിപ്പിച്ച് ആസ് ഡോക്ടർ പറഞ്ഞത് പ്രകാരം സിബിനെ പുറത്താക്കണം, ലൈക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കണം. മൈറ്റ് ബി ടു ദ ഹോസ്പിറ്റൽ ഓർ മൈറ്റ് ബി ടു ദ സീക്രട്ട് റൂം. സോ അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിബിൻ പുറത്തുപോയി. പിന്നെ പൂജ ഇന്നലെ പോയതാണ്, തിരിച്ചു വന്നില്ല. ഇന്ന് സിജോ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലെറ്റ് സീ ഇഫ് സിജോ കംസ്, കുറച്ചും കൂടെ ഗെയിം മാറും, ബിക്കോസ് എല്ലാം കണ്ടിട്ടാണല്ലോ വരുന്നത്. പിന്നെ ബിഗ് ബോസ് നെക്സ്റ്റ് ടാസ്ക് കൊടുത്ത് പവർ ടീമിലേക്ക് കയറാനുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുന്ന് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഇങ്ങനെ നല്ല വലിയ സംഭവത്തിനെ എടുത്ത് ഇങ്ങനെ അടുക്കി ഇനിയൊരു ടീം വന്ന് നമ്മളെ തകർക്കും, നമ്മൾ അവരെ തകർക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ട് ഇങ്ങനെ പിരമിഡ് പോലെ അടുക്കുന്നത് ആരാന്നുള്ളത്. അതിൽ ജയിച്ചത് ജിൻറ്റോ, ഹൻസിബ. ആൻഡ് അവർക്ക് ടീമിൽ കൂട്ടില്ലാത്തതുകൊണ്ട് ക്യാപ്റ്റൻ ശ്രീതുവും കളിച്ചു. അവർ ചോദിച്ചു, നല്ല ഗെയിമായിരുന്നു. എല്ലാവരും നല്ല ടീം സ്പിരിറ്റോടെ കളിച്ചു. തള്ളും ഇടിയും കുത്തും പിടിച്ചുപറിയും ഒക്കെ ആണെങ്കിലും അത് ഗെയിമായിട്ട് എടുത്തുകൊണ്ട് അത് നന്നായിരുന്നു, കാണാൻ നന്നായിരുന്നു. നെക്സ്റ്റ് അപ്സരയുടെ കാലൊക്കെ തട്ടി വന്നാലും ഓക്കെ, അതൊരു ഗെയിം ആണല്ലോ. അറ്റ് ദ എൻഡ് ഇറ്റ് വാസ് എ ഗെയിം. സോ ജിൻറ്റോന്റെ ടീമിന് 2 points ആൻഡ് ദെൻ നൂറയുടെ ടീമിന് 1 point. ആൻഡ് പിന്നെ ടണൽ ടീം ഇപ്പൊ കിട്ടാത്തത് കൊണ്ട് അവർക്ക് 0 points ആണല്ലോ. അങ്ങനെ കൊടുത്തു. പിന്നെ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ് പാട്ട് പാടണം. അതായത് സിനി സോങ്സ് ആയിരിക്കരുത്, ആ ടോണിന് വരുന്ന വേർഡ് കൊണ്ട് അവരെന്നെ പാട്ടുണ്ടാക്കണം. അടിപൊളിയായി, എല്ലാ ടീമും നന്നായി ചെയ്തു. അത് അവസാനിക്കില്ല. അപ്പോൾ ബിഗ് ബോസ് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു സ്നേഹ സമാനമായിട്ട് സ്പീച്ച് കൊടുത്ത് എൻഡ് ചെയ്യിപ്പിച്ചു. പിന്നെ ജാസ്മിൻ പനി പിടിച്ച് കിടക്കണോണ്ട് ആരും ജാസ്മിൻ്റെ അടുത്ത് പോകരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ ഒരാൾ മാറി ഒരാൾക്ക് പനി വരുന്നുണ്ട്, വയ്യാതെ വരുന്നുണ്ട്, എല്ലാവരും പുറത്ത് പോകുന്നുണ്ട്. ഇസ് ദിസ് സീസൺ ലൈക്ക് സീസൺ 3 ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ മാറ്റി വയ്യാതെ വന്ന് പുറത്ത് പോകുക, ഗെയിമൊക്കെ കാണുക, വീണ്ടും തിരിച്ചു വരിക. അങ്ങനെയുള്ളവർക്കാണോ ടൈറ്റിൽ കൊടുക്കാൻ പോണേ എന്നുള്ളത് അറിയില്ല. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 in Disney+ Hotstar.